Hi dear friends, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തു കാണിക്കുന്നത് ബാംഗ്ലൂർ സിറ്റിയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ്. ഡൊണ്ണെ ബിരിയാണി എന്നാണ് ഇതിൻ്റെ പേര്. ചിക്കൻ വെച്ചിട്ടും മട്ടൺ വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാനിന്ന് ചിക്കൻ വെച്ചിട്ടാണ് ചെയ്തു കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇത് സെർവ് ചെയ്യുന്ന ആ ഒരു പോട്ടിനെ പറയുന്ന പേരാണ് കേട്ടോ ഡൊണ്ണെ എന്ന് പറയുന്നത്. അതായത് ഡ്രൈഡ് ആയിട്ടുള്ള ബനാന ലീഫോ അതല്ലാന്നുണ്ടെങ്കിൽ പാം ലീഫിലോ അതല്ലാന്നുണ്ടെങ്കിൽ താമരയുടെ ലീഫിലൊക്കെയാണ് അത് സെർവ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ പേര് അതിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1 കിലോ ചിക്കനാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മട്ടൺ വേണമെങ്കിൽ മട്ടണിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ചിക്കൻ ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് അതല്ലാന്നുണ്ടെങ്കിൽ സൊർക്ക ഇതിലേതായാലും കുഴപ്പമില്ല അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ. അപ്പോൾ സമയമുള്ളതിനനുസരിച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. തലേന്ന് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു മീഡിയം സൈസ് സവോള വേണം, ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ നമുക്ക് പുതിനയും മല്ലിച്ചപ്പും കൂടി പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളതാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളകുമാണ് ചതച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ പച്ചമുളകിൻ്റെ ആ ഒരു സ്പൈസിനെസ്സാണ് മെയിനായിട്ട് വേണ്ടത്. നമ്മൾ മുളക് പൊടി ഒന്നും ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല എരിവിൽ തന്നെ എടുക്കുക. ഞാനിപ്പോൾ ഒരു 9 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഇങ്ങനെ ചതച്ച് വെച്ചതാണ് 1 ടേബിൾ സ്പൂൺ, അതായത് 2.25 ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് ഇവിടെ ചതച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലെമണും വേണം. അത് അരി വേവിക്കുമ്പോഴത്തേക്കാണ് കേട്ടോ ലെമൺ വേണ്ടത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. അപ്പോൾ നോർമൽ കേരള ബിരിയാണിയുടെ ഒരു ടച്ചും ഇല്ലാത്തൊരു ബിരിയാണിയാണിത്. നമ്മളുടെ ബിരിയാണി വെച്ചിട്ട് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ടേസ്റ്റൊക്കെ. പിന്നെ ഇതൊരു 1 പോട്ട് ബിരിയാണിയാണ്. അപ്പോൾ കുക്കർ വലിയ സൈസിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളവർ അതിനകത്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ചെയ്തെടുക്കുന്ന കാരണം കൊണ്ട് ഇതേപോലെ ഒരു ബിരിയാണി പോട്ടിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് എല്ലാ പരിപാടിയും ചെയ്തിട്ടെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഓയിലും അതുപോലെ നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കണം. നമ്മൾ നോർമലി ബിരിയാണിക്ക് ഇടുന്ന ഐറ്റംസ് ഒക്കെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. 4 ഏലക്കായ, അതുപോലെ തന്നെ ഒരു 4 കറിയാമ്പൂ, പിന്നെ ഒരു ചെറിയ പീസ് കറുവപ്പട്ട, പിന്നെ അതുപോലെ തന്നെ 2 ബേ ലീവ്സ് ചെറുതാണ് 2 ഇട്ട് കൊടുക്കാം, വലുതാണെങ്കിൽ 1 മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തക്കോലം 1 വേണം, ജാതിപത്രി ഉണ്ടെങ്കിൽ ഒരു ചെറിയ പോർഷൻ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ എനിക്കിവിടെ അവൈലബിൾ അല്ലാത്ത ഒരു സ്പൈസും കൂടെ അവർ ചേർക്കുന്നുണ്ട്. അതിൻ്റെ പേര് ബ്ലാക്ക് സ്റ്റോൺ ഫ്ലവർ എന്നാണ്. ഞാനതിൻ്റെ പിക്ചർ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളവർ അതും കൂടി ഇടാം. 1 പീസേ നമുക്ക് ആവശ്യമുള്ളൂ ഈ 1 കിലോ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. 1 കിലോ ചിക്കൻ വെച്ചിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. കൽപ്പാസി എന്നും അതിനെ വേറൊരു പേരിൽ അതിനറിയപ്പെടും. അപ്പോൾ അത് കിട്ടാൻ ചാൻസ് ഉള്ളവർ അത് വാങ്ങിച്ചിട്ട് അതും കൂടി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം നമ്മളൊരു 1/2 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റോൺ ഫ്ലവർ കയ്യിലുള്ളവർ എന്തായാലും അതിട്ടിട്ട് തന്നെ ട്രൈ ചെയ്യണം കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ ഷോപ്പിലൊന്നും ചോദിച്ചപ്പോൾ അത് അവൈലബിൾ അല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തതാണ്. അപ്പോൾ നമ്മളിട്ടിട്ടുള്ള ഈ ഒരു സ്പൈസസ് ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവോളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ഒക്കെ എടുക്കാം. ഇനി ഇതേപോലെ സ്ലൈസ് ചെയ്തിട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടിക്കോളും. സവോള നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴാണ് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നത്. രണ്ടും കൂടെ 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇപ്പോഴൊക്കെ മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് ചെയ്തിട്ടെടുക്കുന്നത് കേട്ടോ.
ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് എടുക്കണം. അത്യാവശ്യം സ്പൈസിനെസ് മുന്നിട്ട് നിൽക്കുന്ന ഒരു റൈസാണിത്. അപ്പോൾ 8 എണ്ണമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂട്ടിയെടുക്കണം കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ടാൽ മതി. ഇതിൽ നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കില്ല. ഈ പച്ചമുളകിൻ്റെ എരിവാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ ചുവന്നുള്ളി ഞാനൊരു 8 എണ്ണം തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനൊരു ചെറിയ സൈസ് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുക്കാക്കിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോഴാണ് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുള്ളൂ. അപ്പോൾ ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ തക്കാളിയും സബോളൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പൈസ് പൗഡറുകൾ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകവും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും കൂടെ ഒരുമിച്ചിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതേപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ രണ്ടും കൂടെ 1 ടീസ്പൂൺ അളവായിട്ട് നമുക്ക് പറയാം. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാത്തിൻ്റെ മെഷർമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കസൂരി മേത്തിയാണ്. അതായത് ഉണങ്ങിയിട്ടുള്ള നമ്മുടെ ഉലുവയുടെ ഇല അതുണ്ടല്ലോ, അത് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നോർമൽ ബിരിയാണിയിൽ നമ്മൾ ഇതൊന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെയൊക്കെ ഒരു മണവും ഒക്കെ ഉള്ള ഒരു റൈസാണ് കേട്ടോ. അപ്പോൾ കസൂരി മേത്തി 1/4 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് മല്ലിപ്പൊടി ആവശ്യമുണ്ട്. മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നത് 2 ടീസ്പൂൺ അളവിലാണ്. ഈ 1 കിലോ ചിക്കനിലേക്ക് വേണ്ട അളവാണ് കേട്ടോ ഇപ്പോൾ ഈ പറയുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം പോകുന്ന വരെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഈ പെരിഞ്ജീരകത്തിൻ്റെ അതുപോലെ തന്നെ നല്ല ജീരകത്തിൻ്റെ ഒന്നും ക്വാണ്ടിറ്റി അധികം ആവണ്ട. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലേവർ ആയിരിക്കും അതിന് മുന്നിട്ട് നിൽക്കാം കേട്ടോ. ഈ പറഞ്ഞ കറക്റ്റ് അളവ് ഇതിലേക്ക് പാകത്തിനുള്ളതാണ്. അപ്പോൾ ഇതായി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഫൈനലി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പറും കൂടി ഇട്ട് കൊടുക്കുക. അതായത് കുരുമുളക് പൊടി അത് 1/2 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഈ പൊടികളൊക്കെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുക കേട്ടോ. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്തിട്ടെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും മസാലപ്പൊടികളാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ചിക്കനിൽ നിന്നൊക്കെ ഒരുപാട് വെള്ളം നമുക്ക് ഇറങ്ങും. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇതൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കണം. നമ്മുടെ സബോളയും തക്കാളിയും ആ ഒരു മസാലപ്പൊടികളും എല്ലാമായിട്ട് നല്ലോണം യോജിപ്പിച്ചിട്ടെടുക്കുക. ഫ്ലെയിം എപ്പോഴും കൂട്ടി തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കണം ഈ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന ആ ഒരു സമയത്ത്. ഒരു 3-4 മിനിറ്റ് ഈ ഒരു മസാലയൊക്കെ ആയിട്ട് നന്നായി യോജിപ്പിച്ചെടുത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പുതിനയുടെയും മല്ലിച്ചപ്പിൻ്റെയും ആ ഒരു പേസ്റ്റ് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1/2 കപ്പ് മല്ലിയിലയും അതിൻ്റെ നേരെ പകുതി, അതായത് 1/4 കപ്പ് അളവിൽ പുതിനയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. കുറവ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ചെറിയ ജാറിലിട്ട് അരക്കുമ്പോൾ ശരിക്കും അരഞ്ഞ് കിട്ടില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ചിക്കൻ ഇതിലിരുന്നൊന്ന് വേവിച്ചിട്ടെടുക്കാം. അടച്ച് വെക്കണമെന്നില്ല, തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി. അടച്ചു വെച്ച് ഒരുപാട് വെള്ളം ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടി ജീരകശാല അരിയാണ് നമുക്കിതിന് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഈ ഒരു ഗ്ലാസ്സിൽ 3 ഗ്ലാസ് ജീരകശാല അരിയാണ് ഈ ഒരു റൈസ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് വന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിലൊന്ന് പിടിക്കും. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെക്കുക. ഇനി നമുക്ക് അരി ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസ് അളവിൽ 3 ഗ്ലാസ് അളവാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഈക്വൽ ക്വാണ്ടിറ്റി വാട്ടറാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്, വെള്ളം വേവിക്കാനായിട്ട് ഒഴിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സൊക്കെ കൂട്ടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജീരകശാലയാണ് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന അരി ആയതുകൊണ്ടാണ് ഞാനിപ്പം ഈക്വൽ ക്വാണ്ടിറ്റിയിൽ, അത് ഓരോ കമ്പനിയുടെ അനുസരിച്ചിട്ട് വെള്ളത്തിൽ ഒരല്പമൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒഴിച്ചിട്ട് നല്ലോണം യോജിപ്പിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചിക്കൻ ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ടാണ് വെന്ത് വരേണ്ടത്. അപ്പോൾ ചിക്കൻ്റെ ആ ഒരു സ്റ്റോക്കും കൂടെ ഇറങ്ങിയിട്ട് നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും ആ ഒരു വെള്ളത്തിന്. അതിലാണ് നമ്മൾ അരി വേവിച്ചിട്ട് എടുക്കുന്നത് കേട്ടോ. നമ്മൾ ഇറച്ചിച്ചോറൊക്കെ ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് പോലെയാണ്. അതുകൊണ്ടാണിത് 1 പോട്ട് റൈസ് ആണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ നന്നായി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചിട്ടെടുക്കാം.
അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെള്ളം തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് കഴുകി വെച്ചിട്ടുള്ള ജീരകശാല അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ സോക്കൊന്നും ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. ജീരകശാല അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും, അതുകൊണ്ട് സോക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാ അരി ഇട്ട് കൊടുത്തിട്ട് ഇനി നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അരി ഇടുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കാം കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഫ്ലെയിം സിമ്മിൽക്കാക്കി കൊടുക്കുന്നത്. അപ്പോൾ ജീരകശാല അരിയാണ്, അപ്പോൾ അത് കാണാണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനിയിപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ അളവിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അരി ഇടുന്നതിന് മുന്നേ നമ്മൾ ചിക്കൻ പീസൊക്കെ അതിൽ നിന്നൊന്ന് എടുത്ത് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കിയാൽ മതി. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പിന് 1.5 കപ്പ് അളവ് എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ തന്നെ വെള്ളം എടുത്തത് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾക്ക് ഫ്ലെയിം സിമ്മിലിടാം. ഇനി നമുക്ക് സിമ്മിലിരുന്നുകൊണ്ടാണ് ഇത് വേവേണ്ടത്. അപ്പോൾ അതാ ഈ ഒരു സമയത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ ഒന്ന് നന്നായി യോജിപ്പിച്ച് ഒന്നിട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം 1/4 ഭാഗത്തോളം ആയിട്ടുണ്ട് നമ്മുടെ റൈസ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അടിയിലൊരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ട് അതിന്മേലാണ് വെച്ചിട്ടുള്ളത്. കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളത് കാരണം കൊണ്ട് അടിയിൽ പിടിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കി ഒന്ന് ഫുൾ വേവാൻ വേണ്ടിയിട്ട് ഞാനൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതേപോലെ ടൈറ്റായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആവിയിൽ ഇരുന്നിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് വെന്ത് കിട്ടിക്കൊള്ളൂ കേട്ടോ നമുക്ക്. അപ്പോൾ ഇതുപോലെ കുക്കറിലൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒറ്റയടിക്ക് തന്നെ ആ ഒരു 1 വിസിൽ തന്നെ വെന്ത് കിട്ടിക്കോളും. ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ. കുക്കറിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ തന്നെ വെന്ത് കിട്ടിക്കോളും. ഞാൻ അപ്പോൾ ഇത് കുറച്ചധികം ക്വാണ്ടിറ്റി ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു പോട്ടിലെടുത്തിട്ട് കാണിച്ചു തരുന്നത്. ഇപ്പം നമുക്ക് കറക്റ്റ് ആ ഒരു പരുവത്തിലേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കറക്റ്റ് ഒരു 25 മിനിറ്റോളം തമ്മിൽ വെച്ചിട്ടുണ്ട്. അതായത് ഫ്ലെയിം ഏറ്റവും സിമ്മിലിട്ടിട്ട് ഇതേപോലെ ഫോയിൽ ചുറ്റിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ റൈസ് കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്തൊരു ഗ്രീനിഷ് കളറ് കുറച്ച് കൂടുതലായിരിക്കും നോർമലി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു മല്ലിയില പുതിനയിലയുടെയും ആ അരപ്പിൻ്റെയും കൂടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആ ഒരു ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ് ഇതിലിട്ടിട്ടുള്ളത്, കാരണം അതിൻ്റെ ഒരു മുന്നിട്ട് നിൽക്കണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇനി ഫൈനലി നമുക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യുക. അപ്പോൾ ഈ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ, റൈസും ചിക്കനൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ദോണ്ണെ ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും ഒരേപോലത്തെ ബിരിയാണിയൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഒന്ന് ഇടയ്ക്ക് ഒന്ന് വെറൈറ്റി ആയിട്ട് പരീക്ഷിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് നമ്മളെ ബിരിയാണിയിൽ നിന്ന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിക്കനിലാണെങ്കിലും മട്ടണിലാണെങ്കിലും ഈ സെയിം റെസിപ്പി നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ചിക്കനാണെങ്കിലും മട്ടനാണെങ്കിലും ഇതേപോലെ വെന്ത് വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഇതൊന്ന് വെറൈറ്റി ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് സെർവ് ചെയ്യുന്ന രീതിയാണ് വ്യത്യാസം. ഫ്രൈഡ് ലീവ്സിൻ്റെ കപ്പ് ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് സെർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ദൊണ്ണ എന്നുള്ള പേരും കിട്ടിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ വാഴയിലയാണ്. അതിങ്ങനെ ഇതേപോലെ കപ്പ് ഷേപ്പിലാക്കിയിട്ട് അതൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് അതിനകത്ത് വെച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിരിയാണിയുടെ കൂടെ നമ്മൾ ബിരിയാണിയുടെ പോലെ തന്നെ സെർവ് ചെയ്യാവുന്ന സലാഡും പിക്കിളും അതേപോലെ തന്നെ പുഴുങ്ങിയൊരു മുട്ടയും വെച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത്. എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.